കോൺഗ്രസിൽ തലമുറ മാറ്റത്തിന് വേണ്ടി ഏറ്റവും ശക്തമായി വാദിക്കുകയും ഒടുവിൽ അത് നേടിയെടുക്കുകയും ചെയ്ത നേതാവാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായ വി.ഡി. സതീശൻ. ശക്തമായ ഒരു രണ്ടാം നിരയെ വളർത്തിയെടുത്തില്ലെങ്കിൽ സംസ്ഥാനത്ത് പിന്നെ കോൺഗ്രസ് ഉണ്ടാകില്ലെന്ന വാദമാണ് സതീശൻ AICCക്ക് മുന്നിൽ വെച്ചത്. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പിന്തുണയും ഇക്കാര്യത്തിൽ സതീശന് ആവോളം ലഭിച്ചെന്ന് വേണം മനസ്സിലാക്കുവാൻ. ആരോടും സന്ധിയില്ലാത്ത സതീശന്റെ നിലപാടുകൾ കൊണ്ടുകൂടിയാണ് KPCC പുനഃസംഘടനയിൽ പാർട്ടി തലപ്പത്ത് തന്നെ യുവനിര എത്തിയത്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം യുവനിരയെ പ്രോത്സാഹിപ്പിക്കുന്ന എക്കാലത്തിലേതും മികച്ച പ്രതിപക്ഷ നേതാവാണ് വി.ഡി. സതീശൻ. മുമ്പുണ്ടായിരുന്ന എല്ലാ പുനഃസംഘടനകളും ഫലത്തിൽ ഇളക്കി പ്രതിഷ്ഠകളായിരുന്നു. ഭാരവാഹിത്വങ്ങളിൽ മാത്രമായിരുന്നു മാറ്റം. നേതാക്കൾ പഴയ മുഖങ്ങൾ തന്നെയായിരുന്നു. ചിലർ മാറിയും മറിഞ്ഞും വന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഉടച്ചുവാർക്കലുകൾ പാർട്ടിയിൽ നടന്നിട്ടില്ല. MM ഹസൻ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് UDF കൺവീനർ ആകുന്നു. വൈസ് പ്രസിഡന്റ് ബെന്നി ബെഹനാൻ ആ പദവി ഒഴിഞ്ഞ് കൺവീനർ ആകുന്നു. വർക്കിംഗ് പ്രസിഡന്റ് സുധാകരൻ പ്രസിഡന്റ് ആകുന്നു. ജനറൽ സെക്രട്ടറി കൊടിക്കുന്നിൽ വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമായിരുന്നു പാർട്ടിക്കുള്ളിൽ നടന്നിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. അടിമുടി മാറ്റമാണ് പാർട്ടിക്കുള്ളിൽ സംഭവിച്ചിരിക്കുന്നത്. ഹസൻ, KC ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബെന്നി ബെഹനാൻ, ജോസഫ് വാഴക്കൻ, റോയ് കെ പൗലോസ്, EM അഗസ്തി, കൊടിക്കുന്നിൽ സുരേഷ് എന്നിങ്ങനെയുള്ള നേതാക്കളെയൊക്കെ കാലങ്ങളായി പദവികൾ മാറി മാറി കളിക്കുകയായിരുന്നു. അതിന് അറുതി വരുത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും നേരെ ഷാഫി പറമ്പിലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയത്. AICC സെക്രട്ടറി ആയിരുന്നെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവിക്ക് ശേഷം PC വിഷ്ണുനാഥിന് KPCC ലഭിക്കുന്ന പദവിയും ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനമാണ്. സണ്ണി ജോസഫ് മുതിർന്ന നേതാവാണെങ്കിലും ഇത്തരത്തിൽ നേതൃതലങ്ങളിൽ ചാടിക്കളിച്ച കൂട്ടത്തിലുള്ള ആളല്ല. അടൂർ പ്രകാശും അങ്ങനെ തന്നെ. വരാൻ പോകുന്ന വൈസ് പ്രസിഡന്റുമാരിലും യുവത്വത്തിനായിരിക്കണം മുൻഗണന എന്ന ശക്തമായ നിലപാടിലാണ് വി.ഡി. സതീശൻ. അതും ഫലം കണ്ടാൽ യൂത്ത് കോൺഗ്രസിൽ നിന്നും ഒരു നിര തന്നെ KPCC നേതൃത്വത്തിലെത്തും. അവരെ നയിക്കാൻ പ്രായത്തിലും പ്രവർത്തന പാരമ്പര്യത്തിലും പക്വതയുള്ള സണ്ണി ജോസഫ് തലപ്പത്തുമുണ്ട്. അദ്ദേഹത്തിന്റെ സംഘടനാ പാഠവും പുതിയ തലമുറയ്ക്ക് മാതൃകയും ആവേശം പകരുന്നതുമാകും. എല്ലാ സാമുദായിക സമവാക്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ആരെയും ഒറ്റപ്പെടുത്താതെ കോൺഗ്രസ് ആലോചിക്കുന്ന മുന്നേറ്റം നടത്തുന്നതിന് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അനുകൂലമാണ്. പക്ഷെ ഇക്കാലം അത്രയും പദവികളിൽ ഇരുന്നിട്ടും കൊതി തീരാത്ത ചിലർ അസംതൃപ്തരായി ഇവിടെ കറങ്ങി നടക്കുന്നുമുണ്ട്. അക്കൂട്ടത്തിലെ പ്രമുഖൻ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ. MM ഹസനുമുണ്ട് ചില അതൃപ്തികൾ എന്ന് അറിയുന്നു. എന്തായാലും MM ഹസന്റെ സേവനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം സ്ഥാനാരോഹണ ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിലെ വാക്കുകൾ ഹസനെ പുകഴ്ത്തിക്കൊണ്ടാണെങ്കിലും പാർട്ടിയിലെ നേതൃത്വത്തിലെ ഒരു നേർക്കാഴ്ച കൂടിയായി മാറുകയായിരുന്നു. ഹസൻ KSU പ്രസിഡന്റ് ആയിരുന്നപ്പോൾ താൻ 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണെന്നായിരുന്നു സതീശൻ പറഞ്ഞത്. ഹസൻ ആദ്യമായി MLA ആയപ്പോൾ താൻ 9ാം ക്ലാസ്സിലായിരുന്നു. ഒടുവിൽ താൻ UDF ചെയർമാൻ ആയപ്പോൾ ഹസൻ കൺവീനറായും തനിക്കൊപ്പം ഉണ്ടായിരുന്നെന്ന് സതീശൻ വേദിയിൽ തുറന്നടിച്ചിരുന്നു. ആ വാക്കുകളിൽ കോൺഗ്രസ് പാർട്ടി നാളിതുവരെ പിന്തുടരുന്ന അപജയത്തിന്റെ സൂചനകളുണ്ട്. കുറെ കാലമായി നാം സ്ഥിരം കാണുന്ന ചില മുഖങ്ങൾക്ക് പുറത്തേക്ക് പുതിയ മുഖങ്ങൾ അണിനിരത്തുന്നതിൽ കോൺഗ്രസിന് വീഴ്ച സംഭവിക്കുന്നു. അതിനൊരു മാറ്റമുണ്ടാകുമെന്ന സന്ദേശമാണ് വി.ഡി. സതീശന്റെയും മറ്റും ഇടപെടലുകൾ. ഈ വൈകിയ കാലത്തെങ്കിലും സതീശനെയും അതുപോലെയുള്ള നേതാക്കളെയും കേൾക്കുവാനും അറിയുവാനും പാർട്ടി നേതൃത്വം തയ്യാറായില്ലെങ്കിൽ കനത്ത വിലയാകും നൽകേണ്ടി വരിക.